രാവണ ഭഗിരിയും രോദനം ചെയ്തു. പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാലഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടേവം ചെയ്താൽ, എന്തിത് വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്ന് വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളുമുര ചെയ്താൽ, എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ. സ്ത്രീജിതനതി ശഠനന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നതുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃതാ. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാഴീ സേവയും ചെയ്ത് കിടന്നീടല്ല ഇപ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ തൃഷ്ടിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചോടിക്കിനാനെന്തൊരു കട്ടമുട്ടാൽ എന്നതു കേട്ട ചോദിച്ചിടിനാൻ ദശാനനൻ, എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും ഏതൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകന്തനിക്ക് നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോട്, യാതുഹാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാൻ ഒരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം. കാനനത്തോട് ചെന്ന് ഗൗതമീ തടം പുക്കോ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ തടാവൽക്കലങ്ങളും പൂണ്ട് ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മദാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരം ഇരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാൻ. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിദാനം ഗൗരിയും വാണിമാതും ഇന്ദ്രാണിദാനം മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ. കാണുമ്പോൾ അനങ്കനും ദേവദേവളല്ലോ തൻപതിയാകും പുരുഷൻ ജഗൽപതിയെന്ന് കൽപ്പിക്കാം. വികൽപ്പം ഇല്ല അല്പവും ഇതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്ന് കൽപ്പിച്ചു കൊണ്ടിങ്ങ് പോന്നിടുവാൻ പെരുമ്പെട്ടേൻ. മൽക്കുജനാസാകർണ ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം കരനോട് ചെയ്തു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ജനാനിയോടുമാവൻ രോഷവേഗേന ചെന്ന് രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വക്ഷനാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കണ്ണൽ നേർ മിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വത്സാശത്തിങ്കൽ അക്കിയിടുവൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്ക് ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി ബാലന്മാരെ മോഹനഗാത്ര തന്റെ കൊണ്ടുപോയി ഓരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു പൂർണ്ണം. തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാക മൂലം. എത്രയും ചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചര പ്രവരൻ ഖരന്താനും യുക്ത വൈദഗ്ധ്യമേറും സോദരാരിവരും. പക്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മനുഷ്യനല്ല രാമനെന്നത് നൂനം. ഭക്തവത്സലനായ ഭഗവാൻ ഭക്തേക്ഷണൻ മുക്തിദാനേക മൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ. ദാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്ന് ഭൂതലേ രഘുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാൻ എരുമ്പെട്ട് വന്നാലെങ്കിലോ ചെന്ന് വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതി എല്ലാ ജാതിയും അടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. യുദ്ധമാത്മനി ചിന്തിച്ചുറച്ചു ലക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടെ ത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞതാ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമൂർത്താൻ.
വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ സാധിക്ക ഇല്ല അഖിലേശ്വരൻ. ഓം ശ്രീരാമായ നമഃ. ഓം സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണായ.